തൃശ്ശൂർ തേക്കിൻകാട്ട് മൈതാനത്തിൽ എക്സിബിഷൻ തുടങ്ങിയിട്ടുണ്ട്. കുറേ നാളായി കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. ഇവിടെ കടകളുടെ പണികളൊന്നും പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് അറിയാം. എന്നാലും അങ്ങോട്ട് കയറാം. 40 രൂപയാണ് നമുക്ക് ടിക്കറ്റിന് ചാർജ് വരുന്നത്. ഗൂഗിൾ പേയും അല്ലാതെ ക്യാഷായിട്ടും നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നെ കുട്ടികളേനെയും ഫാമിലിയായിട്ട് വരികയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. അതേപോലെ തന്നെ വേറെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് തന്നെയാണല്ലോ, വേറെ ആരും എനിക്ക് കൂട്ടണമൊന്നുമില്ല. അപ്പോൾ കമ്പനിക്കൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ഒരു വൈബായിട്ട് പോയിട്ട് വരാം. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വിലയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങാം. ചിലപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും വില കൂടുതലായിരിക്കും ചില സാധനങ്ങൾക്ക് വില കുറവായിരിക്കും. ചിലപ്പോൾ ഓഫർ ഉണ്ടായിരിക്കും. അതൊക്കെ നോക്കി കണ്ടിട്ടൊക്കെ നമ്മൾ മേടിക്കുക. ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറേ സാധനങ്ങളിങ്ങനെ നിരത്തി കെട്ടി വെച്ചിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വില വിവരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിത്യോപയോഗത്തിന് ഉപയോഗിക്കുന്ന കുറേ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ അതേപോലെ തന്നെ കുറേ അലങ്കാര വസ്തുക്കൾ, ചെറിയ നെറ്റിപ്പൊട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ കാണാൻ. പല കടകളിലും പല റേറ്റുകളാണ്. ഞാൻ കുറേ സ്ഥലത്ത് കുറേ സാധനങ്ങൾക്ക് വില ചോദിച്ചു നോക്കി, പലതും പല റേറ്റിലാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വില പേശി മേടിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. ഇത് കുറേ തൊപ്പികൾ ഇരിക്കുന്നതുണ്ടോ, നല്ല രസമുണ്ടല്ലേ. ഇതൊക്കെ ഇങ്ങനെ ഭംഗി കണ്ടിട്ട് ഞാനിങ്ങനെ എടുക്കുന്നതുണ്ടോ. ബാഗുകൾ, ഈ ബാഗുകളിൽ പുരുഷന്മാരുടെ ബാഗുകളൊന്നും ഞാൻ കണ്ടില്ല, ഒക്കെ സ്ത്രീകളുടെ ബാഗുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇന്ന് ശനിയാഴ്ച ആയ കാരണം തന്നെ അത്യാവശ്യം ആൾക്കാർ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടായിരുന്നു. ഈ ബാഗുകളുണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഒരു രാജസ്ഥാൻ മോഡൽ പോലെ നല്ല ചിത്രപ്പണികളൊക്കെ ആയിട്ടുള്ളത്. ഇനി ഇവരുടെ തന്നെ വേറെ ചെരുപ്പുകൾ വരുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. ലേഡീസിൻ്റെ ചെരുപ്പുകളാണ്. ഇതൊക്കെ ഉണ്ടോ, നല്ലൊരു ആർട്ട് വർക്കൊക്കെ ഉള്ള ചെരുപ്പുകളാണ്. ഇത് കാലിലിടാൻ തോന്നുകയില്ല. ഇവരുടെ അടുത്ത് തന്നെ ജെൻസ് ഉപയോഗിക്കുന്ന വേറെ തരത്തിലുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഒട്ടകത്തിൻ്റെ തൊലി കൊണ്ടുണ്ടാക്കിയതെന്നാണ് അവർ പറയുന്നത്. ശരിയാണോ ഇല്ലയെന്ന് അറിയില്ല. എന്തായാലും ലെതർ പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നല്ല അത്യാവശ്യം വർക്കുകളുണ്ട് കേട്ടോ. അവരുടെ ഏത് പണിയാണെങ്കിലും, ചെരുപ്പാണെങ്കിലും ബാഗാണെങ്കിലും. ഇതിപ്പോൾ ഞാൻ വീണ്ടും എത്തിയിരിക്കുന്ന ഒരു ടെക്സ്റ്റൈൽസിൻ്റെ ഭാഗത്തേക്കാണ്. നല്ല ഭംഗിയിൽ അവരിങ്ങനെ തുണികളൊക്കെ അടക്കി വെച്ചിരിക്കുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. നല്ല ഓഫറുകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഏരിയയിലുണ്ടല്ലോ നല്ല തിക്കും തിരക്കാണ്. ഇപ്പോൾ വൈകുന്നേരം ആയ കാരണം തന്നെ ഓഫീസ് കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് പിന്നെ സ്കൂൾ പൂട്ടിയിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെല്ലാവരും പേരൻസ് എല്ലാവരും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കിവിടുന്ന് ഈ അലുവ തന്നിട്ടാണ്. അത് മാങ്ങ അലുവയാണ്. ഇവിടെ നമ്മൾ ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും നമുക്ക് പോണ വഴിക്കൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അവരിങ്ങനെ തരുട്ടെ. അത് ശർക്കരയാണെങ്കിലോ അത് അച്ചാറാണെങ്കിലോ എന്ത് സാധനമാണെങ്കിലും കുറേ സാധനങ്ങൾ എനിക്കിങ്ങനെ കുറേ തന്നു. കുറേയൊക്കെ ഞാൻ വാരി കഴിച്ചു. നേരത്തെ അവർ അലുവ തന്നിരിക്കുന്നത് കണ്ടില്ല, അതേപോലെ കുറേ സാധനങ്ങളൊക്കെ തന്നു കേട്ടോ. ഇത് ഓമാൻ ഇമ്പോർട്ടഡ് ചോക്ലേറ്റ്, ആ സാധനം എനിക്ക് ഒന്ന് കഴിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല ആൾക്കാരാണ്. പിന്നെ അത് തുടക്കമായ കാരണം തോന്നുന്നു, അറിയില്ല, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. എന്തായാലും അത്യാവശ്യം സ്റ്റാളുകളൊക്കെ ഉണ്ട്. കുറച്ച് സ്റ്റാളുകളുടെ ഒന്നും ചില സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും ഭൂരിഭാഗം പണി കഴിഞ്ഞിട്ടില്ലായിരുന്നു. നല്ലൊരു രസമുണ്ട് കാണാനൊക്കെ. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലൊക്കെ വരുമ്പോൾ നല്ല മണമാണ് കേട്ടോ. കുറേ ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞാനിങ്ങനെ പോവുകയാണ്. അങ്ങനെ നെറ്റിപ്പട്ടം വെക്കുന്ന ഒരു കടറ അവിടെ എത്തി. ഇവിടെ വന്നപ്പോഴാണ് നല്ല രസം. ഞാൻ കുറേ നേരം ഇത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. കാണാൻ നല്ലൊരു ഭംഗിയാണ്. അതിൽ ഈ ചെറിയ നെറ്റിപ്പട്ടത്തിന് എത്ര 250 രൂപയുള്ളൂ. പുറത്ത് ഇതിനേക്കാളും വലിയ വില കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗുരുവായൂരൊക്കെ രാജസ്ഥാനിൽ നിന്ന് ഒരുപാട് കച്ചവടക്കാർ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ രാജസ്ഥാനിൽ നിന്ന് ആ വളക്കച്ചവടക്കാരായിരുന്നു. പിന്നെ ഇത് രാജസ്ഥാനിൽ നിന്ന് വേറെ എന്തിട്ടാണ് അച്ചാർ കച്ചവടക്കാർ. ഇവർ മാത്രമല്ല കേട്ടോ, വേറെയും കുറേ കച്ചവടക്കാരുണ്ട്. ഞാൻ കുറേയൊക്കെ വിട്ടുപോയതാണ്. ഇത് മനഃപൂർവ്വം എടുക്കാത്തതാണ്. കാരണം വെച്ചാൽ തിക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അത്യാവശ്യം ആൾക്കാരുണ്ട്. ഇതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ മറ്റേ മസാജ് ചെയ്യുന്ന ഒരു മെഷീനൊക്കെ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ തോളത്തൊക്കെ വെച്ചിട്ട് തരും. അപ്പോൾ ഞാൻ ഒരു ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്കൊന്ന് മസാജ് ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേട്ടാ എൻ്റെ മേത്ത് ഇങ്ങനെ വെച്ച് തന്നു. ഈ സാധനത്തിന് ഏകദേശം 3500 രൂപയാണ് മേടിച്ചിട്ടുണ്ടോയെന്ന് പറഞ്ഞു. പക്ഷെ അത് നമ്മൾ ഒറ്റയ്ക്ക് നിന്നിട്ട് മസാജ് ചെയ്തിട്ട് കാര്യമില്ല, വേറൊരാൾ നമ്മളതിനെ മസാജ് ചെയ്ത് തരണം. എന്നാലാണ് ആ ഒരു മസാജിൻ്റെ ഒരു സുഖം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഏകദേശം എന്താ പറയുക, ഒരു പെൻഗിന അല്ലെങ്കിൽ മറ്റേ സീലില്ലേ അതിൻ്റെ പോലത്തെ ഒരു പിന്നെ കുറച്ചും കൂടി പോയപ്പോൾ എന്താ പറയുക അക്വാട്ടിക്ക അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് കുറേ മീനുകളുടെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ വേറെ സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അപ്പോൾ ഞാനിനി അതിൻ്റെ ഉള്ളിൽ കയറാനൊന്നും നിന്നില്ല. അവിടുന്ന് വീണ്ടും നടന്നു പോകുമ്പോൾ 2 സൈഡും മുളക് ബജി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ മറ്റേ കോളിഫ്ലവറൊക്കെ വറുത്തിട്ട് അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുമ്പോൾ തന്നെ നല്ല മണം. പിള്ളേരൊക്കെ അവിടെ നിന്നിട്ട് വാശി പിടിക്കുന്നുണ്ട് ഓരോ സാധനങ്ങൾ മേടിച്ച് തരാൻ വേണ്ടിയിട്ട്.
ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കുറച്ച് പാർക്കുകൾ പോലെ സാധനങ്ങളൊക്കെ ഉണ്ട്. തിരിയാനും പറയാനും അതേപോലെ തന്നെ യന്ത്രൂഞ്ഞാൽ, ഇങ്ങനെ വഞ്ചി പോലുള്ള കുറേ സാധനങ്ങൾ. അതിൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് കുറേ ആൾക്കാർ എന്നിട്ട് കരയുന്നു, ബഹളം വയ്ക്കുന്നു, നിലവിളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ നിലവിളി കേൾക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു സന്തോഷം. എന്താണെന്നറിയില്ല, ഞാൻ കുറേ നേരം കേട്ടുന്നു ഇങ്ങനെ. ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് എത്തുമ്പോഴേക്കും ആ നിലവിളിയൊക്കെ പതുക്കെ പതുക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. ആ ഒരു വഞ്ചിങ്ങനെ പതുക്കെ പതുക്കെയാണ് പോകുന്നുള്ളൂ. നേരത്തെ നല്ല ഫോഴ്സിൽ വരുമ്പോൾ അവർ നല്ല ഉച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ നിലവിളി കേൾക്കുമ്പോൾ എന്താ അറിയില്ല, ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു വശത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഇനി അടുത്ത വശത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ കുറേ ഭക്ഷണശാലകളൊക്കെ ഉണ്ട്. എന്തായാലും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. കഴിക്കുന്നവർക്ക് കഴിക്കാം, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല, എൻ്റെ കയ്യിൽ വേറെ കാശൊന്നുമില്ല ഇനി. അപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് പിന്നെ ഇങ്ങനെ ഓരോ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സ്റ്റാളുകളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. ഇഷ്ടംപോലെ ഫുഡിൻ്റെ സ്റ്റാളുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാൻ, കാശുണ്ടായാൽ മതി. പിന്നെ വെറൈറ്റി ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേജിൻ്റെ ഉള്ളിൽ വേറെ കലാപരിപാടികളൊന്നും നടക്കുന്നില്ല, പക്ഷേ കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഞാൻ കറങ്ങി തിരിഞ്ഞ് വരുമ്പോൾ കണ്ടു. ഇനി ISROയിൽ കേട്ടോ ഞാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ISROയിൽ നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താ പറയുക, ശരിക്കും ഒരു ISROൻ്റെ ഉള്ളിൽ കയറിയ പോലെ തോന്നും, പക്ഷേ ശരിക്കും അതങ്ങനെയല്ല. എന്തായാലും നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ, വേറൊരു പ്രത്യേക ലോകത്തിലേക്ക് കയറിപ്പോയതുപോലെ. അപ്പോൾ നിങ്ങളും ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ. പിള്ളേർക്കൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. കാരണം അവർക്ക് ആ ഒരു പ്രായത്തിൽ ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്തൊരു പോലെ തോന്നും. പക്ഷേ എനിക്കങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല. ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണല്ലോ, ഒറിജിനലായിട്ട് വേറെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നു. പണ്ടൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതിൽ എന്താ പറയുക, ഗഗൻയാൻ്റെ കുറേ സാധനങ്ങൾ, അതേപോലെ തന്നെ ചന്ദ്രനിലേക്ക് യാത്ര ചെയ്യുന്നത്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞ കൊല്ലത്തെ എക്സിബിഷനിൽ ഉണ്ടായിരുന്നു. ഇക്കൊല്ലം അങ്ങനെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി അടുത്ത കൊല്ലം ഇതിനേക്കാളും വലിയ സാധനങ്ങളൊക്കെ ഉണ്ടാവട്ടെ. അതേപോലെ തന്നെ ഇന്ത്യ ഗഗൻയാൻ ആ ഒരു പദ്ധതിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ വിജയിച്ചതിന് ശേഷം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. ശരിക്കും ഇങ്ങനെയൊന്നുമല്ല കേട്ടോ, കുറേ സ്റ്റാളുകളുണ്ട്. ഞാൻ എല്ലാ സ്റ്റാളുകളുടെയും വീഡിയോ ഒന്നും എടുക്കാത്ത കാരണമാണ്. പിന്നെ ഓരോന്നിലേക്ക് എന്താ പറയുക, സ്പെഷ്യലായിട്ട് കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാത്തതാണ്. കാരണം ഇതിനു മുമ്പ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ, പക്ഷേ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ആരും കാണാത്ത കാരണം നിരാശനായി. അപ്പോൾ ഇക്കൊല്ലം ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുന്നു. ഏകദേശം ഒരു 10-30 ആൾക്കാർ മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ. ഇത് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു എക്സിബിഷൻ ഹാളാണ്. ഇവിടെ കുറേ വിഗ്രഹങ്ങളും കുറേ ഫോട്ടോസും പിന്നെ ആനയുടെ, ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഇതൊക്കെ ഉണ്ട്. പിന്നെ കുറേ താളിയോലകൾ, ഭാഗവതം, രാമായണം അങ്ങനെയൊക്കെ പുരാതനമായ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. അതേപോലെ തന്നെ കൃഷ്ണനാട്ടത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ, കിരീടം, കൈയിൻ്റെ മീതെ വെക്കുന്ന സാധനങ്ങളൊക്കെ, ആടയാഭരണങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ കയറിയത് വെറ്റിനറി കോളേജിൻ്റെ ഒരു ഹാളിലേക്കായിരുന്നു. അവിടെ കുതിരയുടെ തല വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടകത്തിൻ്റെ എല്ല്, അസ്ഥികൂടം, പിന്നെ അതേപോലെ തന്നെ ആനയുടെ എല്ല്, ആനയുടെ താടിയെല്ല്, നെട്ടെല്ല്, പിന്നെ തലയോട്ടി, അങ്ങനെയുള്ള കുറേ എല്ലുകൾ. ഈ കാണുന്നത് തലയോട്ടിയാണ്, ഈ കാണുന്നത് ആനയുടെ വായ, പല്ലുകളാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഗുരുവായൂർ അമ്പലത്തിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതോടുകൂടി ഈ പരിപാടി കഴിഞ്ഞു.